പോളിംഗ് അവസാനിച്ചിട്ടും തിരക്കൊഴിയാതെ സ്ഥാനാർത്ഥികൾ. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്തിനൊപ്പം ഞങ്ങളുടെ റിപ്പോർട്ടർ ലെസ്ലി ചേരുകയാണ്. ആ റിപ്പോർട്ടിലേക്ക്. കടുത്ത വാശിയോടുള്ള പോരാട്ടത്തിന്റെ അന്ത്യത്തിൽ കനത്ത പോളിംഗാണ് കേരളം കാഴ്ചവെച്ചത്. പ്രതീക്ഷിച്ച പ്രചരണത്തിന്റെ അതേ വീര്യം നിലനിർത്തി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പോളിംഗും നടന്നത്. പോളിംഗിന് ശേഷവും സ്ഥാനാർത്ഥികൾ അവരുടെ തിരക്ക് ഒഴിയാത്ത ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പോളിംഗ് സാമഗ്രികൾ, സ്റ്റോർ റൂം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിശോധനകളും അത് വെരിഫൈ ചെയ്യേണ്ട ബാധ്യതകളും ഇനിയും സ്ഥാനാർത്ഥികളിൽ ബാക്കിയായി നിൽക്കുന്നു. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ പോളിംഗ് നടന്ന ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സമ്പത്തിന്റെ കൂടാണ് നമ്മളുള്ളത്. അദ്ദേഹം എത്രത്തോളം പ്രതീക്ഷ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കും. എന്തായാലും എത്രത്തോളം പ്രതീക്ഷയിലാണ് താങ്കൾ ഇപ്പോഴുമുള്ളത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 16ാമത് ലോക്സഭയിൽ ലഭിച്ചതിനേക്കാൾ മികച്ച, ഉജ്ജ്വലമായ, അഭിമാനകരമായ വിജയം ഇക്കുറി ലഭിക്കും എന്നതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടും കൂടുതൽ ഭൂരിപക്ഷവും ഇക്കുറി ലഭിക്കും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ വോട്ടുകൾ അതെല്ലാം കൃത്യമായി പോൾ ചെയ്യിപ്പിക്കുന്നതിന് LDFൻ്റെ പ്രവർത്തകർ കാണിച്ചതായിട്ടുള്ള നിശ്ചയദാർഢ്യം, അങ്ങനെ അവരെല്ലാം ഒരാളെയും നോബഡി ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്നുള്ള നിലയിലേക്ക് ആ ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ട് വോട്ടർമാരായിട്ടുള്ള ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട പ്രത്യേകിച്ചും അത്തരത്തിലുള്ള ആളുകളെല്ലാം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനും ആ വോട്ടുകൾ രേഖപ്പെടുത്താനുമുള്ള നല്ല പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സമ്മതിദായകർ ഈ തെരഞ്ഞെടുപ്പിനെ അവർ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമായി കാണുന്നതായി. കാരണം ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാക്കാനാണ് ചില ആളുകൾ ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ഒരു വഴികാട്ടിയായി, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വഴികാട്ടിയായി മാറാനായി കഴിയും. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ വരണ്ടുണങ്ങിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു കുളിർകാറ്റ് പോലെ ഈ കേരളം ആ വിധത്തിൽ മാർഗദർശിയാവും. 2014 ഏറെ വിവാദം സൃഷ്ടിച്ചതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ മിഷനുകളുടെ സംബന്ധിച്ച്. ഇത്തരമൊരു മിഷനുകളുടെ ഒരു ന്യൂനത അത് പ്രതിഫലിക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യമായി കേരളത്തിൽ നടക്കുകയും ചെയ്തു. കാരണം സാധാരണ വോട്ടർമാർ അവരുടെ പരാതി ഉന്നയിക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് അവർ കേസിലെ പ്രതികളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇത് എത്രത്തോളം നല്ല ഒരു രീതിയാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ താങ്കൾ ഉന്നയിച്ചത്. ഇത് ഞാൻ മാത്രമല്ല, സ്ഥാനാർത്ഥികൾ മാത്രമല്ല, ഇത് പൊതുമാധ്യമങ്ങൾ പൊതുജന ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നതും ഇത് പൊതുജനങ്ങൾക്ക് പറയാനുള്ളതും ഒക്കെ ഈ വിഷയം ഇതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച അനിവാര്യമാണ്. ഒന്നാമത്തെ ചോദ്യം, തിരഞ്ഞെടുപ്പ് ആർക്ക് വേണ്ടിയാണ്? തിരഞ്ഞെടുപ്പ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടോ ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ടോ ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടോ കൈരളി പീപ്പിൾ ഉൾപ്പെടെയുള്ള നിങ്ങൾ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടോ ഈ നവമാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് ഈ രാഷ്ട്രത്തിന് വേണ്ടിയാണ്, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ്. അതിലെ ഭാഗഭാക്കാകുന്നവരാരാണ്? അതിൻ്റെ ഊടുംപാവും അത് ജനങ്ങളാണ്. ഇന്ത്യയുടെ ഭരണഘടന വി ദ പീപ്പിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നിർഭാഗ്യകരമായ ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ വോട്ടെടുപ്പ് കുറച്ചുകൂടി വേഗത്തിലാക്കാനും അതൊന്ന് ഈസൻ ചെയ്യാൻ, അതൊന്ന് സ്മൂത്തായി റൺ ചെയ്യാൻ ഈ കൗണ്ടിങ് നടക്കുമ്പോൾ മുമ്പെല്ലാം, ഞാൻ 96-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നതാണ്. രാവിലെ മുതൽ ഈ വോട്ടെണ്ണി തുടങ്ങിയാൽ ആ വോട്ടെണ്ണി അത് റീകൗണ്ടിങ് ഒന്നും ആരും ആവശ്യപ്പെട്ടില്ല എങ്കിൽ ഒരു സാധാരണ ആറ്റിങ്ങൽ പോലുള്ള, അന്നത്തെ ചിറയൻകീഴ് പോലുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ വോട്ടെണ്ണൽ പൂർത്തിയായി കഴിയുമ്പോഴേക്കും ഏതാണ്ട് അർദ്ധരാത്രിയാവും. അപ്പോൾ ഈ കൗണ്ടിങ് ഏജൻറ്റുമാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, കൗണ്ടിങ് ഓഫീസേഴ്സായിട്ടുള്ളവർ എല്ലാവരും വല്ലാതെ അവരെല്ലാവരും ക്ഷീണിതരാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയാസം ചിലയിടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ സ്ഥാനാർത്ഥികളുടേതായിട്ടുള്ള ഈ അന്തരം വരുമ്പോൾ എന്തായാലും റീകൗണ്ടിങ്ങിന് ആവശ്യപ്പെടുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ പിന്നെ അത് നീണ്ടുപോകും. ഇതൊക്കെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരു പൗരൻ്റെ വോട്ട്, ആ വോട്ട് എല്ലാ പൗരന്മാരുടേതും തുല്യമാണ്. അപ്പോൾ ഓരോ പൗരൻ്റെ വോട്ടും വിലപ്പെട്ടതാണ്. ഒരാളുടെ വോട്ടും അതിനകത്ത് കുറച്ച് കാണാനായി നമുക്ക് കഴിയില്ല. അപ്പോൾ ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത് ആ പാർട്ടിക്ക്, ആ സ്ഥാനാർത്ഥിക്ക്, ആ ചിഹ്നത്തിന് തന്നെയാണ് എന്നുള്ളത് വോട്ടെണ്ണി പൂർത്തിയാക്കുന്നതുവരെയും അതങ്ങനെ തന്നെ നിജപ്പെടുത്തി പോകണം. നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടിംഗ് യന്ത്രം കൊണ്ടുവന്നത് ഈ പ്രക്രിയകളിൽ വാസ്തവത്തിൽ കുറേ കൂടി ഇത് എളുപ്പത്തിലും വേഗത്തിലുമാക്കാനാണ്. അപ്പോൾ ആ വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് പല പരാതികളും പലയിടങ്ങളിൽ നിന്നും വന്നു. നമ്മളൊരു കാര്യം പറയുമ്പോൾ
ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായി കഴിയുമോ എന്ന് ചില ആളുകൾ ചോദിക്കുമ്പോൾ അതിന് സാധ്യതകൾ ഇല്ലാതില്ല എന്ന് പറഞ്ഞാൽ ഈ പരാതികൾ പരമപ്രധാനമായ പരാതികളാണ്. ഇത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഭൂഷണമല്ല. യുവജനങ്ങളുടെ വോട്ട് കൃത്യമായും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ളതും നടപ്പാക്കിയിട്ടുള്ളതുമായുള്ള പദ്ധതികളും പരിപാടികളും ഒരു മതനിരപേക്ഷ കേരളത്തെ, ഒരു വികസിത കേരളത്തെ, അഴിമതി വിമുക്തമായ കേരളത്തെ, പുതിയ കേരളത്തെ കെട്ടിപ്പടുത്തി ഉയർത്തി കൊണ്ടുവരാം. ഇപ്പോൾ പ്രളയത്തിൽ മുങ്ങിത്താന്ന് പോകുമെന്ന് പലരും ഭയപ്പെട്ട കേരളത്തെ പുനർനിർമ്മിക്കാൻ ഒക്കെ നടത്തുന്ന പരിശ്രമങ്ങളിൽ യുവജനങ്ങൾ വഹിച്ചൊരു പങ്കുണ്ട്. നമ്മൾ ആ പ്രളയകാലത്തല്ല, ആ നന്മകൾ ഇപ്പോഴും അവർ സൂക്ഷിക്കുകയാണ്, അത് പ്രോജ്വലിപ്പിക്കുകയാണ്. അവർക്കെല്ലാം നമ്മൾ അഭിവാദ്യങ്ങൾ നേരണം. സ്ഥാനാർത്ഥിയുടെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണെങ്കിൽ അരുവികൾ പുഴയിലേക്ക് ഒഴുകിച്ചേരുന്നത് പോലെ യുവാക്കന്മാരുടെയും വലിയ തോതിൽ പാർട്ടി പ്രവർത്തകരുടെയും ഒരു പോരാട്ട വീര്യം ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. അത് വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്തിനും ഉണ്ട് എന്നുള്ളതാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ തിരക്കുകൾ ഇന്നും അവസാനിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായുള്ള നടപടികളിലേക്ക് അദ്ദേഹം ഇന്നും രാവിലെയും കാലെടുത്തു വെക്കുകയാണ്.